ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കലിയിളകണ്ട, കനപ്പിച്ച് കെട്ടി നോക്കുകയും വേണ്ട. നിന്റെ ഉള്ളിൽ എരിയുന്ന കനലൊക്കെ ഒന്ന് അണയട്ടെ. നീ ഇത് കുടിക്ക്. നല്ല തണുത്ത ഐസ് പോലത്തെ വെള്ള മൺകൂജയിലെ ചരലിട്ട് സൂക്ഷിച്ചതാ. വേണ്ട, ചരലിട്ട് സൂക്ഷിച്ച വെള്ളമൊക്കെ നിങ്ങൾ തന്നെ കുടിച്ചാ മതി. ആണോ? വളരെ സന്തോഷം. ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല, നിന്റെ തന്തയുടെ പ്രകടനം എങ്ങനെയുണ്ട്? നീ എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും നിന്റെ തള്ള പത്മാവതിയോട് നിന്റെ അച്ഛൻ ഇപ്പോഴും വെറുപ്പാ. മനസ്സിലായില്ലേ നിനക്കത്? നിന്റെ അച്ഛൻ പറഞ്ഞതേ നീ കേട്ടില്ലേടി? എന്റെ അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചതും എന്റെ അമ്മയെ അച്ഛന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയതും നിങ്ങൾ ഒറ്റയെഴുത്തിയ? അതേടി, എന്താ അതിന് സംശയം? അതെല്ലാം ചെയ്തതേ ഞാൻ തന്നെയാ. ഇതെല്ലാം എന്റേതാക്കും ഞാൻ. അതിന് അവളൊരു തടസ്സമായിരുന്നു. അതുകൊണ്ടാ അവളെ പുറത്താക്കിയത്. ഇനി പത്മ തന്നെയായിരുന്നു അവനെ ചികിത്സിച്ചെന്ന് അവൻ അറിഞ്ഞാ അവൻ അവന്റെ ഈ രണ്ടാം ജന്മത്തെയും വെറുക്കും. അത്രയ്ക്ക് വെറുപ്പാ അവന് നിന്റെ അമ്മ പത്മയെ. നിങ്ങൾ ഞാൻ ബാക്കി കൂടി കേൾക്കടി. നീ എത്ര അങ്ങ് കിണഞ്ഞ് ശ്രമിച്ചാലും പത്മയെ വെള്ള പൂശാനുള്ള നിന്റെ ശ്രമം അത് നടക്കാൻ പോകുന്നില്ലടി. കാരണം നിങ്ങൾ അച്ഛനും മകൾക്കുമിടയിൽ എന്നും ഒരാളുണ്ട്, ഈ അംബിക. ഈ അംബികയുടെ ആജ്ഞ അനുസരിച്ച് ചാടിക്കളിക്കുന്ന വെറും ഒരു കുട്ടി കൊരങ്ങനാ നിന്റെ അച്ഛൻ പ്രതാപവർമ്മ. ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന പാട്ട് പാടിയേ അവനെ ഞാനങ്ങ് കൊരങ്ങ് കളിപ്പിക്കും. മനസ്സിലായോടി? ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നത് നിങ്ങൾ പ്രായത്തിൽ മുതിർന്നതായതുകൊണ്ട്. നിന്നോട് ഇനി ക്ഷമിക്കാൻ എനിക്ക് വയ്യടി അംബിക. നിങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ വരുന്ന ഒരു നിമിഷത്തിൽ ഒരു മനുഷ്യജീവി പോലും അറിയാതെ നിങ്ങളുടെ മുറിയിലിട്ട് ഞാൻ നിങ്ങളെ കൊല്ലും. എവിഡൻസ് മുഴുവൻ നിങ്ങളുടെ മകനെതിരാക്കി നിങ്ങളെ കൊന്നത് അവനാണെന്ന് ഞാൻ വരുത്തി തീർക്കും. അവനെ ഞാൻ സെൻട്രൽ ജയിലിലാക്കും. ഇത് വെറും മനസമാധാനത്തിന് വേണ്ടിയോ തൽക്കാലം ജയിക്കാൻ വേണ്ടിയോ ഞാൻ പറയുന്ന പാഴ്വാക്കല്ല. എന്റെ അമ്മയും അച്ഛനെ രക്ഷിക്കാൻ എനിക്കത് ചെയ്തേ പറ്റൂ. അകലേ നോവിനാലേ